മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ കൂടെ ഓടുകയാണ് അനുമോളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വാഷ്റൂമിലേക്ക് വരുന്ന സമയത്താണ് ബിഗ് ബോസ് വിളിക്കുന്നത്. അനുമോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ആരും കാണാതെ വളരെ രഹസ്യമായി പോയി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അനുമോൾ. പണിപ്പുര ടാസ്ക് അവസാനിച്ചതിന് ശേഷം ജിസേൽ അനുമോളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അതേപോലെ അനുമോളുടെ ഡ്രസ്സാണ്, അനുമോൾക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ, ഫുൾ ഡ്രസ്സും അനുമോളുടെ ആയിരുന്നു. അങ്ങനെ പണിപ്പുര അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡ്രസ്സുകളെല്ലാം നോക്കുന്നുണ്ട്. അത് അനുമോളുടെയാണോ നീ അങ്ങോട്ട് എടുത്തിട്ടേന്നൊക്കെ പോയി നെവിൻ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു ജിസേലിനോട്. അത് അനുമോൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ പോയി അനുമോൾ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയതിന് ശേഷം ആരും കാണാതെ അവിടെ പോയി കരയാണ്. അത് ബിഗ് ബോസ് കറക്റ്റ് സൂം ചെയ്ത് ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വാഷ്റൂമിലേക്ക് വന്ന സമയത്ത് അനുമോളെ വിളിക്കുന്നത്. ബിഗ് ബോസ് വേഗം വിളിച്ചു. അങ്ങനെ അനുമോൾ ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഓടുകയാണ്. ഓടിപ്പോയി ബിഗ് ബോസ് എന്താ അനുമോൾക്ക് എന്താ പ്രശ്നം, എന്തിനാണ് കരയുന്നത്, ആരാണ് അനുമോളോട് ഇങ്ങനെ കാണിച്ചത്, എന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. അത് ഒരാളല്ല, കുറച്ച് ഗ്യാങ് ചേർന്നിട്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വോയിസ് കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഈ ഗെയിമൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? 100 ദിവസം എല്ലാ ശത്രുക്കളെയും തരണം ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ് ഈ ബിഗ് ബോസിൻ്റെ വിന്നറാകുന്നത്. അങ്ങനെ ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ ആഗ്രഹമില്ലേ എന്നൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട്. അനുമോളോട് പറയുന്നുണ്ട്, കുറച്ച് നേരം മൈൻഡ് റിലാക്സ് ആയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് അനുമോളോട് കുറച്ച് നേരം ബിഗ് ബോസ് അവിടെ തന്നെ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്, ഓക്കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ്. ഞാൻ ഓക്കെ ആയി ബിഗ് ബോസ്, എനിക്ക് കുഴപ്പമില്ല. ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ കുറച്ചൊക്കെ എനിക്ക് സമാധാനം കിട്ടിയെന്ന് അനുമോൾ പറയുന്നുണ്ട്.